ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ മഞ്ജുള ആലിന്റെ പിറവിക്കു പിന്നിലെ മനോഹരമായ ഐതിഹ്യം നിങ്ങൾക്കറിയാമോ? മഞ്ജുള ഗുരുവായൂരിനടുത്ത് താമസിച്ചിരുന്ന ഒരു വാരസ്യാർ പെൺകുട്ടിയായിരുന്നു. അവൾ വലിയൊരു കൃഷ്ണഭക്തിയായിരുന്നു. എന്നും സന്ധ്യയ്ക്ക് ഭഗവത് നാമം പാടിക്കൊണ്ട് പൂക്കൾ കൊണ്ട് മനോഹരമായ മാലകൾ കെട്ടി ഗുരുവായൂരത്തിന് ചാർത്താൻ വേണ്ടി അവൾ ക്ഷേത്രത്തിലെത്തിയിരുന്നു. എന്നാൽ ദിവസവും അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ അവൾക്ക് കാലിച്ചക്കന്മാരുടെ ശല്യം നേരിടേണ്ടി വന്നു. കൂട്ടത്തിലെ നേതാവെന്ന് തോന്നിക്കുന്ന പയ്യൻ മഞ്ജുള പോകുന്ന വഴിയിൽ നിന്ന് എന്നും അവളെ കളിയാക്കുകയും ചെയ്തു. പക്ഷേ അവൾ ഗുരുവായൂരപ്പനെ മനസ്സിലോർത്ത് മറ്റൊന്നും ഗൗനിക്കാതെ നടക്കുകയായിരുന്നു പതിവ്. ഒരു ദിവസം അവൻ മനോഹരമായി പുല്ലാങ്കുഴലും ഊതിക്കൊണ്ട് മഞ്ജുളയുടെ പുറകെ ചെന്ന് പൂമാല ചോദിച്ചു. നട അടയ്ക്കുന്നതിനു മുൻപ് ക്ഷേത്രത്തിലെത്താനായി അവൾ വേഗത്തിൽ നടന്നു. പുല്ലാങ്കുഴൽ പാട്ടുമായി കാലിച്ചക്കരും അവളുടെ കൂടെ എത്തി. ക്ഷേത്രനടക്കിൽ ചെന്ന അവളെ പക്ഷേ കാവൽക്കാർ അകത്തേക്ക് കയറ്റിയില്ല. ആൽച്ചുവട്ടിൽ ഒരു കാലിച്ചെറുക്കന്റെ കൂടെ നിൽക്കുന്നത് കണ്ടുവെന്ന് അപരാധം അവളിൽ ചുമത്തി. കയ്യിൽ താൻ കൊരുത്ത പുഷ്പഹാരവുമായി അവൾ വല്ലാതെ സങ്കടപ്പെട്ടു. അമ്പലത്തിന് പുറത്തുനിന്ന് കരയുന്ന മഞ്ജുളയെ അപ്പോൾ ക്ഷേത്രത്തിൽ നിന്നും തൊഴുതുവരുന്ന പൂന്താനം നമ്പൂദ്രി കണ്ടു. കാര്യം അന്വേഷിച്ചറിഞ്ഞ പൂന്താനം കുറച്ചു ദൂരെയായിട്ടുള്ള ആൽമരം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, "ആ ആലിന്റെ ചുവട്ടിൽ കാണുന്ന കല്ലിൽ ഭഗവാനെന്ന് സങ്കൽപ്പിച്ച് ആ മാല അതിൽ ചാർത്തിക്കോളൂ. കല്ലിലും മരത്തിലുമെല്ലാമുള്ള ഭഗവാൻ ആ മാലയും സ്വീകരിച്ചുകൊള്ളും." അതു കേട്ട് കരച്ചിലടക്കി മഞ്ജുള ഭക്തിപൂർവ്വം ആ മാല അവിടെയുള്ള കല്ലിന് ചാർത്തിച്ചു. പിറ്റേ ദിവസം നിർമ്മാല്യത്തിന് നട തുറന്നു. മേൽശാന്തി ഭഗവാന്റെ അലങ്കാരങ്ങൾ മാറ്റാൻ തുടങ്ങി. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ഒരു മാല മാത്രം ഭഗവാന്റെ കഴുത്തിൽ നിന്നും മാറ്റാൻ സാധിച്ചില്ല. അത് താൻ തലേദിവസം ചാർത്തിയ മാലയല്ലല്ലോ എന്ന് മേൽശാന്തി അത്ഭുതപ്പെട്ടു. അപ്പോൾ ദർശനത്തിനെത്തിയ പൂന്താനം അവിടെ നിന്നവരോടായി കഥ പറഞ്ഞു. "ഇത് മഞ്ജുള ഭഗവാനെ സങ്കൽപ്പിച്ച് ആൽച്ചുവട്ടിൽ ചാർത്തിയ മാലയാണ്. ആലിന് ചുവട്ടിൽ കാലിച്ചക്കന്റെ രൂപത്തിൽ കണ്ടത് മറ്റാരുമായിരുന്നില്ല. അത് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനായിരുന്നു. അതുകൊണ്ട് മഞ്ജുളയെ കണ്ട് ക്ഷമ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരണമെന്നും അവർ വന്നാലേ ഇന്ന് നിർമ്മാല്യം മാറ്റാൻ സാധിക്കൂ എന്നും പൂന്താനം നിർദ്ദേശിച്ചു. അങ്ങനെ ക്ഷേത്രം കാവൽക്കാർ മഞ്ജുളയെ കണ്ട് ക്ഷമ ചോദിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. മഞ്ജുള മടക്കൽ വന്നു നിന്ന് ഭഗവാനെ എന്റെ മാല തിരികെ തരൂ എന്ന് പറഞ്ഞപ്പോൾ വിഗ്രഹത്തിന്റെ കഴുത്തിൽ നിന്ന് ആ മാല ഊരിപ്പോന്നു. ഭക്തയായ മഞ്ജുള ചാർത്തിയ മാല കണ്ണൻ സ്വീകരിച്ച അന്നു മുതൽ ആ ആലിന് മഞ്ജുളാൽ എന്ന പേര് ലഭിച്ചു എന്നാണ് ഐതിഹ്യം.